നമസ്കാരം. അടുത്ത കഥ. ദിവസവേതനക്കാരായി എടുത്തവരും ഡെപ്യൂട്ടേഷനിൽ വന്നവരും കൂടി മന്ത്രി അടക്കമുള്ളവരുടെ പാദപൂജ നടത്തി സ്വന്തം വയർ നിറയ്ക്കുന്ന ഒരു സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന്. 10 വർഷമൊക്കെയാണ് ഇപ്പോൾ ദിവസവേതനക്കാർ കയറിയിരിക്കുന്നത്. പിന്നെ ഇവിടെ PSC എംപ്ലോയ്മെൻ്റ് ഒന്നും വേണ്ടല്ലോ. മിക്കവാറും ഏതാണ്ട് എല്ലാവരും അക്കാദമി ചെയർമാന്മാരുമാണ്. അല്ലാതെ പിയൂണും ഡ്രൈവറും ക്ലർക്കും മാനേജരും ഒന്നുമല്ല. എല്ലാവരും അക്കാദമി ചെയർമാന്മാരാണ്. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ, സിനിമാ അവാർഡ് ദാനം മുതലായവ ഒരു പരിപാടിക്കും ഞാനിപ്പോൾ പോകാറില്ല. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഞാൻ പോകാറില്ല. കാരണം അവർ എന്നെ ക്ഷണിക്കാറുമില്ല, ഞാൻ പോകാറുമില്ല. നമ്മളെ അവരങ്ങ് എഴുതി തള്ളി. ഇനി കോൺഗ്രസ് വരണം, എനിക്കിവിടെയൊക്കെ പോകണമൊക്കെ. അവർക്ക് പറ്റിയ കുറേ അമ്മച്ചിമാരെയും അവരെ കണ്ടാൽ മുണ്ടഴിച്ചിടുന്ന സാറേ സാറേ എന്ന് വിളിച്ച് നടക്കുന്ന സ്ഥിരം മുഖങ്ങളുമാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് മുൻനിരയിരിക്കാനും ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിവലിൽ പാസും കെട്ടി തൂക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് നടക്കാനും ഇവർ കൂട്ടുന്നത്. ഇത്തവണ എനിക്ക് വിളിക്കാതെ തന്നെ അവാർഡ് ദാനം നടക്കുന്ന നിശാഗന്ധിയിൽ പോകേണ്ടി വന്നു. മറ്റൊന്നിനുമല്ല, ശാരദാമ്മയെ നേരിക്കാണാൻ. ഞാനവിടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. എനിക്കെന്തോ ഹോട്ടലിൽ പോയി കാണേണ്ട ആവശ്യമായി അവർ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട ശാരദാമ്മ, ഞാൻ ഫെസ്റ്റിവൽ നടക്കുന്ന അവാർഡ് ദാനം നടക്കുന്ന നിശാഗന്ധി ചെല്ലാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പുറപ്പെടും മുമ്പേ പറഞ്ഞ വാക്കായിരുന്നു അത്. അല്ലാതെ തിരുവനന്തപുരത്ത് വന്നിട്ടല്ല പറഞ്ഞത്. ഹൈദരാബാദിൽ നിന്ന് തിരിക്കും മുമ്പ് തന്നെ എന്നോട് ഉറപ്പ് ശട്ടം കെട്ടി സിന്ധുവിനെയും കൊണ്ട് എന്നെ കാണാൻ പറഞ്ഞു. കാണേണ്ടത് ദിനേശിനെ എനിക്ക് കാണണം, ഒപ്പം സിന്ധുവിനെയും കാണണം എന്നോട് സ്നേഹപൂർവ്വം അവർ പറഞ്ഞു. വീൽ ചെയറിലിരുന്ന് ശാരദാമ്മ വന്നപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ പുറകിലെ ഗ്രീൻ റൂമിൽ ചെന്ന് ഞാൻ അവരെ കണ്ടു. കുറച്ച് കുശലങ്ങൾ പറഞ്ഞു. വിശദമായി ഞാൻ വിളിച്ചോളാമെന്നേറ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഭയങ്കര തിരക്ക്, ഫോട്ടോഗ്രാഫർമാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട്. CM വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്ഥലം വിട്ടു. ശാരദാമ്മ വരും മുൻപ് കണ്ട 2 കാഴ്ചകളെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വരുന്നത്. അവാർഡ് ജേതാക്കൾ ഓരോരുത്തരായി വരികയാണ്. അതാ വരുന്നു മഹാകവി വേടൻ. വേടൻ എന്ന് പറയാൻ പാടില്ല, മഹാകവി വേടൻ സാർ. കറുത്ത വേഷം, കറുത്ത കണ്ണട, മറ്റേ കറുപ്പിട്ട ബോഡി ഗാർഡുകൾ 10 അലവലാദികൾ മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യമായിട്ടും അജോയ്, നിങ്ങളെനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളിങ്ങനെ നിലവാരം താരരുത് എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് ആ കാഴ്ച കണ്ടപ്പോൾ. ഒരു എന്താ പറയുക, വയലാറിനെയും വയൻവിയും ഇങ്ങനെ കൊണ്ടിട്ടില്ല, ഷീമർദ്ദൻ സാറിനെയും ഇങ്ങനെ കൊണ്ടിട്ടില്ല. അങ്ങനെ ആനയിച്ചു കൊണ്ടിരുന്ന വഴി ഇതാ ഇതിലേ വരൂ എന്ന് പറഞ്ഞ് അജോയ് ചന്ദ്രൻ കൊണ്ടുവരണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. അജയ് ചന്ദ്രൻ, ഇനി നിങ്ങളെല്ലാം അളിയന്മാരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരാഴ്ച മുമ്പ് എറണാകുളം കാക്കനാട് കോടതിയിൽ ചെന്ന് 11 വയസ്സുകാരിയായ, അണ്ടർലൈനിട്ട് ഞാൻ വീണ്ടും പറയാണ്, പക്ഷേ ഇത് ഇവിടുത്തെ ഒരു പത്രങ്ങളും ഒരു ചാനലുകളും കൊടുത്തില്ല എന്നുള്ളതാണ്. 11 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയതിന് ജാമ്യം എടുത്ത ആളാണ് ഈ മഹാകവി. പിറ്റേന്ന് എടപ്പാളിലെ കോടതിയിൽ ചെന്ന് 31 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിനും ജാമ്യമെടുത്ത മഹാകവിയെ KV മോഹൻകുമാറും വിവേകാനന്ദൻ നായരും ഡോക്ടർ ശിവകുമാറും ഒക്കെ ഇരുന്ന കസേരയിൽ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന സെക്രട്ടറി പത്രമൊന്നും വായിക്കാറില്ല എന്ന് തോന്നുന്നു. പത്രം വായിക്കുന്നതിന് മന്ത്രിയെ സോപ്പിട്ട് നടന്നാൽ പോരെ എന്നായിരിക്കും അജയ് ചന്ദ്രൻ്റെ വിശ്വാസം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലുള്ള അലവലാദികളെ ഇങ്ങനെ ക്ഷണിച്ച് വരൂ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. മറ്റൊരു കാഴ്ച, ചലച്ചിത്ര അവാർഡടക്കം ചലച്ചിത്ര അക്കാദമി നടത്തുന്ന എല്ലാ ഫംഗ്ഷനുകളും നിന്ന് ഭംഗിയായി നടത്തേണ്ട ആളാണല്ലോ കാലാകാലങ്ങളിൽ അക്കാദമിയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന ആരായാലും, അതിപ്പോൾ പ്രിയദർശനായാലും ആരായാലും നമ്മൾ ഓരോരുത്തരായിട്ട് പറയണ്ട, അവരാണ് നിന്ന് നടത്തേണ്ട നടത്തിപ്പുകാർ. ഇത്തവണ ഒരു ചെറിയ മാറ്റം വന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയും പോലെ ഒരു ഗസ്റ്റായിട്ടായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ വരവ്. ഇവിടെ നടന്നതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന ഭാവം മുഖത്ത്. തൻ്റെ സ്ഥിരം ജാക്കറ്റൊക്കെ ഇട്ട് ഭാര്യാസമേതം വന്നു. കൃത്യസമയമായപ്പോൾ, അവാർഡ് കൊടുക്കാൻ സമയമായപ്പോൾ വന്നു. എന്നിട്ട് തൻ്റെ പേരെഴുതിയ, തനിക്കും ഭാര്യയ്ക്കും ഇരിക്കാനുള്ള പേരെഴുതി ഒട്ടിച്ച കസേര തപ്പി നടക്കുന്നു. ആര്? റസൂൽ പൂക്കുട്ടി. എനിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വിശിഷ്ട അതിഥികളും അവാർഡ് ജേതാക്കളും ഒക്കെ വരുമ്പോൾ റിസീവ് ചെയ്യേണ്ട
അക്കാഡമി ചെയർമാൻ. പ്രോഗ്രാം തുടങ്ങാൻ സമയമായപ്പോൾ എവിടുന്നോ കുറ്റിയും പറിച്ച് വരുമ്പോൾ വന്നിട്ട് എനിക്കിരിക്കാനുള്ള കസേര എവിടെയും നോക്കണം. സദസ്സിൽ ആളുകൾ ഇരിക്കുന്നതിനിടയിലെല്ലാം ഇങ്ങനെയൊക്കെ നോക്കണം, എവിടെ റസൂൽ പൂക്കുട്ടി എന്ന് എവിടെ എഴുതിയിരിക്കണം. എനിക്ക് തോന്നിയത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സിനിമാക്കാരനാണ് പൂക്കുട്ടി തൻ്റെ പേരെഴുതിയ കസേര അന്വേഷിച്ച് നടക്കുന്ന കാഴ്ച എനിക്ക് കാണിച്ചു തന്നത്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചെങ്കിലും എനിക്ക് തോന്നി മോരും മുതിരയും പോലെ അക്കാഡമിയുമായിട്ടും അല്ലെങ്കിൽ സർക്കാരുമായിട്ടും റസൂൽ പൂക്കുട്ടിക്ക് പൊരുത്തപ്പെടാനാകുന്നില്ല എന്ന് തോന്നുന്നു. ഏത് സമയവും മിക്കവാറും രാജി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നതെന്ന് പുള്ളി അറിയുന്നില്ല. ഞാൻ മുമ്പ് ഇങ്ങനെ ഒരാളെ ഇത്രയും കൽപ്പണം കെട്ടതായിരുന്നില്ല. പ്രിയദർശനാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പുള്ളി ഇതുപോലെ തന്നെ ഫസ്റ്റിലിന് വരുമ്പോൾ മദ്രാസിൽ നിന്ന് വന്ന് ഇറങ്ങും, പത്രസമ്മേളനം നടത്തും, ടവർ തിരിലൊക്കെ കറങ്ങി നടക്കും. എന്തൊക്കെ നടക്കുന്നു, ആരൊക്കെ വെട്ടി ആരൊക്കെ പറ്റിച്ചു ഒന്നും അറിയാറില്ല. അതിൻ്റെ 100 ഇരട്ടിയാണ് പൂക്കുട്ടി കസേര അന്വേഷിച്ച് നടക്കുന്നത് എനിക്ക് തോന്നിയത്. ഒരു കഥ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണും പിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജൻറ്റന്മാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കുമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാരശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്. മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാർ തന്തയ്ക്കായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പം നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ്
എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.